മരണം എന്നാൽ എന്ത്? ഏവർക്കും സ്വാഗതം. ജീവനെപ്പറ്റിയും മരണത്തെപ്പറ്റിയും നമുക്കേവർക്കും അറിയുവാൻ അതീവ കൗതുകമുണ്ട്, ജിജ്ഞാസയുണ്ട്. മാത്രവുമല്ല, അതിനെപ്പറ്റി നമുക്ക് ഭയവും ഉണ്ട്. നാം ജീവനെ മാത്രമല്ല ഭയക്കുന്നത്, നാം ജീവനെയും ഭയക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, നാം മരണത്തെ മാത്രമല്ല ഭയക്കുന്നത്, നാം ജീവനെയും ഭയക്കുന്നു. ഇത് പരക്കെ അവഗണിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ജീവനെ ഭയമില്ല എങ്കിൽ നാം ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നാം ജീവനെ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഭയക്കുന്നു. ആ ഭയമാണ് മരണഭീതി എന്ന് പറയുന്നത്. രണ്ടും നാം യുക്തിപരമായി ചിന്തിച്ചാൽ ജീവനെ പറ്റിയുള്ള ഭയമാണ്. ഒന്ന്, ഈ ജീവൻ ഞാൻ എങ്ങനെ കാത്തു സൂക്ഷിക്കും? ഇതെനിക്ക് ഭാരമായല്ലോ, ഇതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും? ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്, ഈ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്നത് എത്ര നാൾ എനിക്ക് തുടരാൻ കഴിയും? ഭാവിയെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ്, നാളെയെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ്. അത് ജീവനെ പറ്റിയുള്ള ഭയമാണ്. തിരിച്ചറിയാൻ പ്രയാസമില്ല. എന്നാൽ മരണഭീതി എന്ന് നാം പറയുന്നത് അതും ജീവനെ പറ്റിയുള്ള ഭീതിയാണ്. കാരണം മരണത്തിൽ കൂടെ നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്ന ഒരു ചിന്തയിലാണ് മരണത്തെപ്പറ്റി നാം ഇപ്രകാരം ചിന്തിക്കുന്നതെന്ന് അല്പം സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകേണ്ടതിന് യേശു പഠിപ്പിച്ച ഒരു ഉപമ, അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ലിഖിതമാണ്, എഴുതപ്പെട്ടിരിക്കുന്നു. താലന്തുകളുടെ ഉപമ. എന്നാൽ നമ്മുടെ ഇടയിൽ ഈ ഉപമയെ വേറൊരു വിധത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഉപമയുടെ യഥാർത്ഥ അർത്ഥത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഉപമയെ വീണ്ടും 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 സമീപിക്കുകയും ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഇതുവരെ വെളിപ്പെട്ടു വരാത്ത അർത്ഥങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കുവാൻ തത്രപ്പെടുകയും ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്രകാരമുള്ള അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കമെന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഇനിയും നമ്മുടെ ചിന്തയ്ക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 23-ഉം 30-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. താലന്തുകളുടെ ഉപമ ഈ അധ്യായത്തിൽ 14 മുതൽ 30 വരെയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ 2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കുകയാണ്. 23-ാമത്തെ വാക്യവും 30-ാം വാക്യവും അതിപ്രകാരമാണ്. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ആ സന്തോഷം എന്താണ്? ഞാൻ നിന്നെ അധിക ചുമതലയ്ക്ക് യോഗ്യനെന്ന് മനസ്സിലാക്കി അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് ആക്കി വയ്ക്കും, വഴി നടത്തും. അതുകൊണ്ട് നീ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതിന് മുൻപ് അനേക തവണ വായിച്ച ഈ ഭാഗത്തിൽ പ്രവേശിക്കുക എന്ന വാക്കിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെയാണ് വായിച്ചത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥം വേണ്ടതുപോലെ എനിക്ക് മനസ്സിലാക്കാതിരുന്നത് എന്നത് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഇനി 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ
കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക് തള്ളിക്കളവീൻ. തള്ളിക്കളവീൻ. ഒന്ന് പ്രവേശിക്കുക, മറ്റേത് തള്ളിക്കളയുക. നമ്മുടെ ചിന്തയുടെ സ്വഭാവം ആദ്യമേ വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ ഇപ്രകാരം പ്രസ്താവിച്ചു കൊള്ളട്ടെ. രണ്ട് വളരെ വ്യത്യസ്തമായ സ്വഭാവം നമ്മുടെ മരണത്തിന് സാധ്യമാണ്. ഒന്ന് പ്രവേശിക്കുക, മറ്റേത് തള്ളിക്കളയുക. നാം മരിക്കുന്ന രീതി തുലവും വ്യത്യസ്തമായ ഈ രണ്ട് വിധത്തിൽ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് യേശു പറയുകയാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മരണമെന്നത് നാം ഈ ജീവിതത്തിലായിരുന്നപ്പോൾ നമുക്ക് ദൈവം നൽകിയ താലന്തുകൾ, അതായത് സാധ്യതകൾ, കഴിവുകൾ എത്രമാത്രം കാര്യക്ഷമതയോടെ ദൈവത്തോടുള്ള നന്ദിയിലും ഉത്തരവാദിത്ത ബോധത്തിലും നിർവഹിപ്പാൻ നാം കൂട്ടാക്കി, നാം എത്രമാത്രം വിശ്വസ്തത പാലിച്ചു എന്നതിൻ്റെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു അവസരത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആത്യന്തികമായി നാം കണക്ക് ബോധിപ്പിക്കേണ്ടത് മരണത്തിൻ്റെ അവസ്ഥയിലാണ്. ഈ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് അന്ത്യം വരുന്ന നിമിഷമെന്ന് നാം മനസ്സിലാക്കുന്ന മരണത്തിൻ്റെ സാഹചര്യത്തിലാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്. ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ മരണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഏകദേശം സൂചിപ്പിച്ചിട്ടുണ്ട്. ശാരീരികമായ അവസ്ഥ, ഭൗതികമായ അവസ്ഥ. നാം പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഈ ലോകത്തെ അറിയുന്നു. അറിവിന് കാര്യമായ പരിമിതികളും പ്രശ്നങ്ങളുമുണ്ട്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. മരണസമയത്ത് നാം മരണത്തോടെടുക്കുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്ന് അടഞ്ഞു പോകുന്നു. തൽഫലമായി നാം ഈ ലോകത്തിൽ നിന്ന് ക്രമേണ വിച്ഛേദിക്കപ്പെടുന്നു. അങ്ങനെ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്ന ആ സാഹചര്യത്തിൽ പിന്നെ അവസാനിക്കുന്നത് നാമും നമ്മുടെ സൃഷ്ടികർത്താവും മാത്രമാണ്, നാമും ദൈവവും മാത്രവുമാണ്. ആ സമയത്താണ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്. ഈ ഉപമയിൽ അത് വ്യക്തമാണ്. യജമാനൻ തൻ്റെ ഭൃത്യന്മാർക്ക്, വേലക്കാർക്ക് താലന്ത് കൊടുക്കുന്നു. അതിനുശേഷം യജമാനൻ അങ്ങ് ദൂരേക്ക് പോവുകയാണ്. യജമാനൻ തിരിച്ച് വന്ന ശേഷം തൻ്റെ വേലക്കാരോട് കണക്ക് ചോദിക്കുമ്പോൾ അവരോരോരുത്തരും വന്ന് കണക്ക് ബോധിപ്പിക്കുകയാണ്. ആ കണക്ക് ബോധിപ്പിക്കുന്ന പ്രക്രിയയിൽ ആ ഓരോ വ്യക്തിയും യജമാനനും മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടമായി നിർത്തിയല്ല അവരോട് ചോദിക്കുന്നത്. ഓരോരുത്തരും വ്യക്തിപരമായി കണക്ക് ബോധിപ്പിക്കണം. ആ കണക്ക് ബോധിപ്പിക്കുന്ന അവസ്ഥയെയാണ് നാം മരണമെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മരണം ജീവൻ്റെ ഒരു ഭാഗമാണ്. ഒരു സെൻറ്റൻസിൽ ഫുൾ സ്റ്റോപ്പ് എങ്ങനെയാണ് എന്നതുപോലെയാണ് മരണം ജീവനെ സംബന്ധിച്ച് ആകുന്നത് എന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു വാചകം അതിൻ്റെ അർത്ഥം ഉണ്ടാകുന്നതിൻ്റെ ഫുൾ സ്റ്റോപ്പ് കൊണ്ടാണ്. ഫുൾ സ്റ്റോപ്പില്ലാത്ത ഒരു വാചകത്തിനും അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയില്ല. ഫുൾ സ്റ്റോപ്പ് വളരെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ആധികാരികമായി പറയാൻ കഴിയും, ഒരു വാചകം നാം എഴുതിയാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് വാക്കല്ലാത്ത, നിസ്സാരവും നമുക്ക് തോന്നാവുന്ന ഫുൾ സ്റ്റോപ്പാണ്. അങ്ങനെ ജീവൻ്റെ ഫുൾ സ്റ്റോപ്പാണ് മരണം. അപ്പോൾ ആ ഒരു ഫുൾ സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് അത് നിത്യതയെയും കാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഫുൾ സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന വെളിപ്പെടുത്തലാണ് യേശു ഈ താലന്തുകളുടെ ഉപമയിൽ കൂടെ നിർവഹിക്കുന്നത് എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ രണ്ട് വളരെ വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുകയാണ്. യജമാനിൽ നിന്ന് പ്രാപിച്ച താലന്തുകൾ
വിശ്വസ്തയോടും ഊർജ്ജസ്വലതയോടും കൂടെ പ്രയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ച് അവയെ വർദ്ധിപ്പിച്ച ഇരട്ടിപ്പിച്ച ദാസന്മാർ, അവർ നല്ലവരും വിശ്വസ്തരുമാണ് എന്ന് അവർ അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ശ്രദ്ധിക്കുക, അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു. അപ്പോൾ ആത്മീയമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിൽ തന്നെ ഒരു അവസരമാണ്. ലൈഫ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് എന്തിനു വേണ്ടിയുള്ള അവസരമാണ്? സൃഷ്ടികർത്താവിനോടുള്ള നമ്മുടെ വിശ്വസ്തത തെളിയിക്കുവാനുള്ള അവസരമാണ്. ലൈഫ് ഈസ് ആൻ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് അവർ ഫെയ്ത്ത്ഫുൾനെസ് ടു അവർ ക്രിയേറ്റർ. ഇത് ആത്മീയതയിൽ സുപ്രധാനമായ ഒരു തിരിച്ചറിവാണ് എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയട്ടെ. അപ്പോൾ വിശ്വസ്തത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉപാധികൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നാം മറ്റ് മൃഗങ്ങളെപ്പോലെ ജനിക്കുന്നു, എന്നാൽ മറ്റ് മൃഗങ്ങളെക്കാൾ വ്യത്യസ്തമായ ഉപരിയായ സാധ്യതകൾ ദൈവം നമുക്ക് നൽകുന്നു. ആ സാധ്യതകൾ ഓരോന്നും നമ്മുടെ താലന്തുകളാണ്. ചിന്തിക്കാനുള്ള കഴിവ് താലന്താണ്. മറ്റുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അതൊരു താലന്താണ്. എന്തെങ്കിലും ലഭിച്ചാൽ അത് സർഗാത്മകതയോടുകൂടി ഉപയോഗിച്ച് അതിൻ്റെ മേന്മയും അതിൻ്റെ സാധ്യതയും വർദ്ധിപ്പിക്കുക ഒരു താലന്താണ്. ഭൗതികമായ ലോകത്തിന് അപ്പുറത്ത് മറ്റൊരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ ലോകമുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ്, അത് സാമാന്യ ബുദ്ധിയല്ല, അത് ബുദ്ധിയെ കവിയുന്ന ബുദ്ധിയാണ്. അതും ദൈവത്തിൻ്റെ താലന്താണ്. ഇവയൊക്കെയും അങ്ങനെ അനേക താലന്തുകളുണ്ട്. ഇവയൊക്കെയും നാം വേണ്ടതുപോലെ ഉപയോഗിക്കുന്നുവോ ഇല്ലയോ? നാം ലഭിച്ച താലന്തുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും ഇവയൊക്കെയും സൃഷ്ടിച്ച ദൈവത്തെപ്പറ്റിയും നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അറിവും വികാരവും മനോഭാവവും ഉണ്ടാകും. അല്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ നാം വിശ്വസ്തയോടെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ അതേ യജമാനനെ പറ്റി, അതേ സൃഷ്ടികർത്താവിനെ പറ്റി വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയും വികാരവും കാഴ്ചപ്പാടുമാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് സൃഷ്ടികർത്താവിനോടുള്ള നമ്മുടെ സമീപനം, കാഴ്ചപ്പാട്, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ജീവനിൽ അടങ്ങിയിരിക്കുന്ന സാധ്യതകൾ എത്ര വിശ്വസ്തയോടുകൂടെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പലരും ദൈവത്തെ കണ്ണുകൊണ്ട് കാണണം, ദൈവത്തെ അറിയണം, ഭൗതികമായ അറിവ് പോലെ അങ്ങനെ സാധ്യമല്ല. നാം ദൈവത്തെ അന്വേഷിക്കേണ്ടത് ഹിമാലയത്തിൽ പോയോ അല്ലെങ്കിൽ അങ്ങ് വനങ്ങളുടെ മധ്യത്തിൽ പോയോ അല്ല. നാം ദൈവത്തെ അന്വേഷിക്കേണ്ടത് നമുക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ കാര്യക്ഷമമായും വിശ്വസ്തമായും ഉപയോഗിക്കുന്നതിൽ കൂടെയാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുമ്പോൾ ധന്യതയുടെ ഓരോ നാളും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആകുന്ന ആരാധനാലയത്തിൽ ദൈവത്തെ പറ്റിയുള്ള വ്യക്തമായ അനുഭവങ്ങളും അനുഭവത്തിൽ നിന്ന് ഉദിക്കുന്ന അറിവുകളും ഇവ രണ്ടും ചേർന്ന് സൃഷ്ടിക്കുന്ന സന്തോഷത്തിൻ്റെയും സ്തുതിയുടെയും ആരാധനയുടെയും അവസ്ഥയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നതാണ് ഈ ഒരു ഉപമയിൽ കൂടെ യേശു നമ്മോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം അത് തെളിയിക്കപ്പെടുന്ന നിമിഷമാണ്, ആത്യന്തികമായ നിമിഷമാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, സാധ്യതകൾ, അവസരങ്ങൾ നമ്മെ ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മുടെ ജീവൻ്റെ യജമാനനായ ദൈവം ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത്, ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് വിവിധമായ താലന്തുകൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക്
മരണഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ ഈ ഭൃത്യന്മാർ, നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ, അവരുടെ യജമാനൻ വരുമ്പോൾ അവൻ വരുന്നേ 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 എന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ചല്ല നിൽക്കുന്നത്. അവർക്കതൊരു സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവമാണ്. ഞാനെപ്പോഴും ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഈ രണ്ട് വിശ്വസ്തരായ ദാസന്മാർ, അവർക്ക് ലഭിച്ചതിൽ നിന്ന് അവർ നേടിയെടുത്തതുമായ താലന്തുകളെ ഏത് വികാരത്തോടു കൂടെയാണ് യജമാനനെ തിരിച്ചേൽപ്പിച്ചത് എന്ന് ഞാൻ പലപ്പോഴും വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. അത് അതിമനോഹരമായൊരവസ്ഥയായിരുന്നിരിക്കണം. അത് ആത്മാർത്ഥമായ നന്ദി കരയറ്റുന്നതിൻ്റെയും ആരാധനയുടെയും അവസ്ഥ തന്നെയായിരിക്കണം. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വിശ്വസ്തത തെളിയിച്ച ദാസന്മാരോട് യജമാനൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തത കാണിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ അധികത്തിന് വിചാരകന്മാരാക്കും. I'll make you responsible for greater things. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഭാഗത്ത് നിങ്ങൾ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കണമെന്ന് പറയുന്നത്. അതായത് മരണം ഒരന്ത്യമല്ല, ഒരു ഫുൾ സ്റ്റോപ്പല്ല, അത് മറ്റൊരവസ്ഥയിലേക്കുള്ള പ്രവേശനമാണ് എന്ന ഒരു വെളിപ്പെടുത്തലാണ് യേശു ഇവിടെ നൽകുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മരണമുണ്ട്. മരണം ഫുൾ സ്റ്റോപ്പാകാനും സാധ്യതയുണ്ട്. അത് നാമാണ് തീരുമാനിക്കേണ്ടത്, ദൈവമല്ല. അത് നാമാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ മരണത്തെ ഒരു പുതിയ പ്രവേശനമായും അനുഗ്രഹിക്കപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട ഒരു പ്രവേശനമായും അല്ല, അതിൽ നിന്ന് കടകവിരുദ്ധമായി അത് കരച്ചിലും പല്ലുകടിയും മാത്രം അവശേഷിക്കുന്ന ഒരന്തിമമായ ഫുൾ സ്റ്റോപ്പായും തീരണമോ വേണ്ടയോ എന്ന് നാമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു താലന്ത് മാത്രം ലഭിച്ച ഭൃത്യൻ, അവൻ യജമാനനോട് സ്നേഹമോ നന്ദിയോ വിശ്വസ്തതയോ ഇല്ലാത്തവനാണ്. അവന് ലഭിച്ച താലന്തിൽ കൂടെ അവൻ തെളിയിച്ചത് അവിശ്വസ്തതയാണ്. അവൻ്റെ ഉള്ളിലെ അന്ധകാരവും അനീതിയും നന്മ കാണാൻ കഴിയാത്ത അവൻ്റെ അവസ്ഥയും അവൻ്റെ നിഷേധാത്മകതയുടെ കാഠിന്യവുമാണ് അവൻ തെളിയിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ഭാവി ഉണ്ടാകുകയില്ല. അതിന് ഭാവി ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള മനോഭാവത്തിന് ഏക അവകാശമാകുന്നത് കരച്ചിലും പല്ലുകടിയും മാത്രമാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ അങ്ങനെയാണ് ഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നത്. അവരവർക്ക് വേണ്ടി നേടിയെടുക്കുന്നത് കരച്ചിലും പല്ലുകടിയും മാത്രമാണ്. പക്ഷേ അവരൊരിക്കലും അവരുടെ സ്വതന്ത്രമായ തീരുമാനത്തിൽ കൂടെ അവർക്ക് വേണ്ടി നേടിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ നേടിയെടുത്തതാണ് ഈ കരച്ചിലും പല്ലുകടിയുമെന്ന് അവരൊരിക്കലും സമ്മതിക്കുകയില്ല. അവരെപ്പോഴും അവരെ മറ്റാരുടെയോ ഇരകളായിട്ട് മാത്രമേ കാണുകയുള്ളൂ. ആദ്യമായി അവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ഇരകളാണ്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മറ്റാരോ മനുഷ്യരുടെ ഇരകളാണ്. ഇതൊക്കെയും മിഥ്യകളാണ്. നാം നമ്മുടെ തന്നെ ഇരകളാണ്. നാം അല്ലാതെ മറ്റൊരാർക്കും നമ്മെ ഇരകളാക്കി മാറ്റുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നാം അല്ലാതെ മറ്റാർക്കും നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസം വരത്തക്കവണ്ണമുള്ള ഉപാധികൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനെ വേണ്ടതുപോലെ കാര്യക്ഷമമായി ഉപയോഗിക്കാതെ അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ജീവിതമെന്ന് പറയുന്ന അത്ഭുതത്തെയും അതിലടങ്ങിയിരിക്കുന്ന അനേക താലന്തുകളെയും നമ്മെ ഏൽപ്പിച്ച ഈ ഉദാരമതിയായ യജമാനനോട് ആത്മാർത്ഥമായ നന്ദി പ്രകടിപ്പിക്കുന്നതിൽ അല്പം പോലും ശ്രദ്ധിക്കാതെ ചില ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം തങ്ങിക്കിടക്കുകയും തങ്ങളുടെ ഉള്ളിലുള്ള താലന്തുകൾ 100% അവഗണിച്ചിട്ട്
മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളുടെ ചട്ടുകങ്ങളായി നിന്നാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടം. അവരെ അപ്രകാരം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ കഷ്ടം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, താലന്തുകളുടെ ഉപമയെ നാം ഇതുവരെ വായിച്ച് അറിഞ്ഞ വെളിച്ചത്തിലല്ല മനസ്സിലാക്കേണ്ടത്. ഇത് താലന്തുകളുടെ ഉപമയല്ല, ഇത് ജീവനെയും മരണത്തെ പറ്റിയുള്ള ഉപമയാണ്. താലന്തുകൾ ജീവനും മരണവും തമ്മിൽ, അല്ലെങ്കിൽ മരണം ഒരു പുതിയ ആരംഭമാണ്, അത് പുതിയൊരവസ്ഥയിലേക്ക്, കൂടുതൽ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിലാണ് എന്ന സാധ്യതയും. അല്ല, മരണം ഒരു ഫുൾ സ്റ്റോപ്പാണ്. ആ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കരച്ചിലും പല്ലുകടിയും മാത്രമാണ്. ആ ഒരവസ്ഥയിൽ ആക്കി തീർക്കാനുള്ള സാധ്യത നിശ്ചയിക്കാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് താലന്തുകൾ എന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവ യാഥാർത്ഥ്യങ്ങളാണ്. മരണം യാഥാർത്ഥ്യമാണ് എന്നതുപോലെ തന്നെ 2 വിധത്തിലുള്ള മരണ അവസ്ഥകളുണ്ട്, അതും യാഥാർത്ഥ്യമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം തീരുമാനിക്കുന്നത് പള്ളിയോ പട്ടക്കാരനോ അല്ല, സാത്താനോ ദൈവവുമല്ല, നാം തന്നെയാണ്. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കേണ്ടതിന്, സ്വമേധയാ സൃഷ്ടിക്കുവാൻ സാധിക്കേണ്ടതിന് പര്യാപ്തമായ ഉപാധികൾ ദൈവമാണ് നൽകുന്നത്. ആ ഉപാധികൾ നൽകുന്നത് നാം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തെളിയിക്കുവാനുള്ള മാധ്യമങ്ങളായിട്ടാണ്. ഇറ്റ്സ് എ മീഡിയം ഓഫ് റിവീലിംഗ് ദ ട്രൂത്ത് അബൌട്ട് ഓർസെൽവ്സ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ എപ്പോഴും മനുഷ്യർ അവരുടെ ഉള്ളിലുള്ള സാധ്യതകൾ വളർത്തിക്കൊണ്ടേ ഇരിക്കണം എന്ന് ആത്യന്തികമായി ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധിക്കുന്നത്. കാരണം അപ്രകാരമുള്ളൊരു സർഗാത്മകത, ഒരു പോസിറ്റിവിറ്റി, അത് നമ്മുടെ ആത്മീയതയുടെ ആധികാരികതയാകണമെന്ന് യേശു നിർബന്ധിക്കുന്നു. കാരണം നമുക്ക് നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാനും നന്ദി അനുഭവിപ്പാനും ഇടയാകണമെങ്കിൽ ദൈവം നൽകിയ ജീവനെപ്പറ്റിയും ആ ജീവനിൽ അടങ്ങിയിരിക്കുന്ന അനേക മഹനീയ സാധ്യതകളെപ്പറ്റിയും ഒരു വലിയ വിലമതിപ്പുണ്ടാകുകയും അത് നൽകിയ ദൈവത്തെപ്പറ്റി കലവറയില്ലാത്ത സ്നേഹവും നന്ദിയും ആരാധനാ മനോഭാവവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടാകണം. അങ്ങനെ മാത്രമേ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ജീവിതം അർത്ഥവത്താണെങ്കിൽ മരണാനന്തര ജീവിതമുണ്ടാകും. അത് നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ മഹനീയമായിരിക്കും. അത് നമുക്ക് നൽകാൻ പോകുന്ന ചുമതലകളുടെ മാഹാത്മ്യമായിരിക്കും. അല്ലാതെ നാം ഇരിക്കുന്ന സ്ഥലം പൊന്നുകൊണ്ട് പൊതിഞ്ഞെന്നോ അല്ലെങ്കിൽ രക്തം കൊണ്ടോ വൈരം കൊണ്ടോ ഓഫേർ കൊണ്ടോ ഗോമേതകം കൊണ്ടോ നിറച്ചിരിക്കുന്നു, അതല്ല എൻ്റെ മഹത്വം. അധികമായ നന്മകൾ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ ഏറിയതിന് ചുമതലയുള്ളവനാക്കും. ആ ഒരു അവസ്ഥ അത് മഹനീയമാണ്. പക്ഷേ ഈ ലോകത്തിൽ ഒരു ചുമതലയും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ സ്വന്തം ജീവിതത്തിനെ പറ്റി പോലും ചുമതലബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ആ മരണാനന്തരം കൂടുതൽ ചുമതലയേറ്റ് എടുക്കണം എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുഷ്ടനായ ഈ ദാസനെ പോലെ അവനെ എറിഞ്ഞു കളക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആ അവസ്ഥയാണ് നരകമെന്ന് കാവ്യാത്മകമായി നാം പരാമർശിക്കുന്നത്. അപ്പോൾ സ്വർഗവും നരകവുമുണ്ട്. പക്ഷേ ആ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത് ഈ ലോകത്തിലാണ്, നാം ഓരോരുത്തരുമാണ്. സ്വർഗവും നരകവും തമ്മിലുള്ള ദൂരം നിശ്ചയിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളും അവയോടുള്ള നമ്മുടെ മനോഭാവവും അവയെ പ്രയോഗിക്കുന്നതിൽ നാം വെച്ച് പുലർത്തുന്ന സമീപനവുമാണ് എന്നത് കൂടെ ഒരിക്കൽ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ
ധ്യാന പരമ്പരയിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നിസ്സീമമായ വാത്സല്യവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.